ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ഹോംവർക്ക്. ഞാൻ സ്വാതി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള വോൾ നമ്പേഴ്സ് ആണ്. അപ്പോൾ മുൻപത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നോയിങ് അവർ നമ്പേഴ്സിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ സജഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ആ വീഡിയോസ് കാണണം. കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണം പ്രസ് ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് മെയിൽ ചെയ്യാം. മെയിൽ ഐ ഡി ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഏതാണ്? വോൾ നമ്പേഴ്സ് ആണ്. വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, ഒരു ചെറിയ ചാപ്റ്ററാണ്, പെട്ടെന്ന് തീരും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി നോക്കാം. ആദ്യം എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നേച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. കൗണ്ടിങ് നമ്പേഴ്സ് ആയിട്ടുള്ള 1, 2, 3, 4 എക്സിട്ര എന്ന് പറഞ്ഞു പോകുന്നതാണ് എന്ത്? നേച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നേച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ നോക്കാം നേച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രെഡിസസറിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നേച്ചുറൽ നമ്പറിൻ്റെ കൂടെ നമ്മൾ ഒരു 1 മൈനസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ 1 സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും അതിൻ്റെ പ്രെഡിസസർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 10ൻ്റെ പ്രെഡിസസർ എന്താണ്? 10 - 1 = 9 ആയിരിക്കും 10ൻ്റെ പ്രെഡിസസർ. ഓക്കെ, അതേപോലെ 100ൻ്റെ പ്രെഡിസസർ എന്ന് പറയുന്നത് 100ൽ നിന്ന് 1 മൈനസ് ചെയ്ത് കിട്ടുന്നതാണ്. ഓക്കെ, 99. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് പ്രെഡിസസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറിൽ നിന്ന് ആ ഒരു 1 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ പ്രെഡിസസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കേണ്ടത് സക്സസർ ആണ്. ഒരു നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് അതിൻ്റെ സക്സസർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. 6ൻ്റെ സക്സസർ എത്രയായിരിക്കും? 6 + 1 7 ആയിരിക്കും 6ൻ്റെ സക്സസർ എന്ന് പറയുന്നത്. ഓക്കെ, 121ൻ്റെ സക്സസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 122 ആയിരിക്കും. അപ്പോൾ ഓക്കെ ആയല്ലോ? ഒരു നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതിൻ്റെ സക്സസറും ഒരു നമ്പറിൻ്റെ കൂടെ 1 മൈനസ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? അതിൻ്റെ പ്രെഡിസസറാണ്. ഓക്കെ, പിന്നെ നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള 1ന് സക്സസർ ഉണ്ട്. ഏതാണ്? 2 ആയിരിക്കും 1ൻ്റെ സക്സസർ. പക്ഷെ പ്രെഡിസസർ ഉണ്ടോ? ഇല്ല. നാച്ചുറൽ നമ്പറിൻ്റെ കേസിൽ 1ന് പ്രെഡിസസർ ഇല്ല. കാരണം എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? ഇവിടെ പ്രെഡിസസർ എന്ന് പറഞ്ഞാൽ 1ൽ നിന്ന് 1 മൈനസ് ചെയ്യണം, അപ്പോൾ 0 ആണ് കിട്ടുക. 0 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ ലിസ്റ്റിൽ ഇല്ലാത്തൊരു നമ്പറാണ്. സോ നാച്ചുറൽ നമ്പറിൽ 1ന് പ്രെഡിസസർ ഇല്ല, സക്സസർ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തൊരു പോയിന്റ് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നമ്പറിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താ? ഈ നമ്പർ ഇങ്ങനെ നീണ്ടു പോവുകയാണ് അല്ലേ? ഇവിടെ ഏതെങ്കിലും ഒരു നമ്പർ ഗ്രേറ്റർ ആണ് അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ആണെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഇതിൽ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. എന്താണ്? വോൾ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞു. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 2, 3 എന്ന് തുടങ്ങുന്ന കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ പ്രെഡിസസർ എന്താണെന്ന് പറഞ്ഞു, സക്സസർ എന്താണെന്ന് പറഞ്ഞു. പ്രെഡിസസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിന് തൊട്ട് മുമ്പുള്ള നമ്പറിനെയാണ് ആ നമ്പറിൻ്റെ പ്രെഡിസസർ എന്ന് പറയുന്നത്. ഒരു നമ്പറിന് ശേഷം വരുന്ന നെക്സ്റ്റ് നമ്പറിനെയാണ് നമ്മൾ അതിൻ്റെ സക്സസർ എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിൽ 1ന് പ്രെഡിസസർ ഇല്ല, സക്സസർ മാത്രമേ ഉള്ളൂ. പിന്നെ നാച്ചുറൽ നമ്പേഴ്സിൽ ലാർജസ്റ്റ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല, ലാർജസ്റ്റ് നമ്പർ ഇല്ല നാച്ചുറൽ നമ്പേഴ്സിൽ. ഓക്കെ, നെക്സ്റ്റ് വോൾ നമ്പേഴ്സ് നോക്കാം. വോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4, 5 എക്സെട്ര എന്ന് പറഞ്ഞ് പോകുന്നതാണ് എന്ത്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ 0 കൂടെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? വോൾ നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ 0, 1, 2, 3, 4, 5 ഇങ്ങനെ പോകുന്ന സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0 കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? വോൾ നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി വോൾ നമ്പേഴ്സിൻ്റെ കേസിൽ 0ന് പ്രെഡിസസർ ഉണ്ടോ? ഇല്ല. 0 ഒഴിച്ചുള്ള ബാക്കി എല്ലാ നമ്പേഴ്സിലും പ്രെഡിസസർ ഉണ്ട്. എല്ലാ നമ്പേഴ്സിനും എന്തുണ്ട്? സക്സസറും ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഈ വോൾ നമ്പേഴ്സിൻ്റെ കേസിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കി നോക്കാം. ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ വോൾ നമ്പേഴ്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണ്. ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ വോൾ നമ്പേഴ്സ്. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വോൾ നമ്പേഴ്സ് ആണ്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ?
വോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴോ ഈ സീറോയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഈ സെറ്റ് എന്ന് പറയുന്നത് അത് വോൾ നമ്പറിലും വരുന്നുണ്ട്. അപ്പോൾ എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നതും വോൾ നമ്പേഴ്സ് ആണ്. ഇനി തിരിച്ച് പറയാൻ പറ്റുമോ? ഓൾ വോൾ നമ്പേഴ്സ് ആർ നോട്ട് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് എല്ലാ വോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വോൾ നമ്പേഴ്സിൻ്റെ സെറ്റിനകത്ത് ആര് വരുന്നുണ്ട്? സീറോ വരുന്നുണ്ട്. പക്ഷേ നാച്ചുറൽ നമ്പേഴ്സിൽ ഒരിക്കലും സീറോ വരത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓൾ വോൾ നമ്പേഴ്സ് ആർ നോട്ട് നാച്ചുറൽ നമ്പേഴ്സ്, ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ വോൾ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വോൾ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്. ഇനി മെയിൻ ആയിട്ടുള്ള വലിയ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്പർ ലൈനിനെ കുറിച്ചാണ്. നെക്സ്റ്റ് ടോപ്പിക് നമ്പർ ലൈൻ ആണ്. നമുക്ക് വോൾ നമ്പേഴ്സിനെ നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ലൈൻ വരച്ചു. ദെൻ അതിനകത്തൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ആ പോയിന്റിനെ നമ്മൾ 0 ആയിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, ഡ്രോ എ ലൈൻ ആൻഡ് മാർക്ക് എ പോയിന്റ്, then label it as 0. then 0യുടെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ നെക്സ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തു 1. ഓക്കെ, then 0യും 1ഉം തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുതിയ പോയിന്റ് പറഞ്ഞാൽ പഠിച്ചത് എന്താണ്? യൂണിറ്റ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0 and 1. ഓക്കെ, ദെൻ 1ൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ അടുത്ത പോയിന്റ് മാർക്ക് ചെയ്തു. ദെൻ റൈറ്റ് സൈഡിൽ പിന്നെയും അടുത്ത പോയിന്റ്, ദെൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് വോൾ നമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള നമ്പർ ലൈൻ. ഓക്കെ, ദെൻ നോക്കൂ, ഇവിടെയുള്ള ഓരോ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അതിനെ പറയുന്ന പേരെന്താണ്? യൂണിറ്റ് ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ദെൻ നമുക്ക് 2നും 4നും ഇടയിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. 2നും 4നും ഇടയിലുള്ള ഡിസ്റ്റൻസ് നോക്കൂ, 1, 2. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 and 4 എത്രയാണ്? 2 ആണ്. 2 യൂണിറ്റ് ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 and 4 എത്രയാണ്? 2 യൂണിറ്റ്. ക്ലിയർ ആയല്ലോ? ദെൻ എനിക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 1 and 5 കാണണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? ദാ ഇത്രയും ഡിസ്റ്റൻസ് 1, 2, 3, 4. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 1 and 5 എത്രയാണ്? എത്രയായിരിക്കും? 1, 2, 3, 4 യൂണിറ്റ്. ക്ലിയർ ആയല്ലോ? ഇവിടെ പറയുന്ന അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കുക. ഈ നമ്പർ ലൈനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും 2 നമ്പേഴ്സിൽ ആ നമ്പറിൻ്റെ റൈറ്റ് സൈഡിലുള്ള നമ്പർ ആയിരിക്കും ഗ്രേറ്റർ ആയിട്ട് വരുന്നത്, അല്ലേ? 0 നോക്കുക, 0ൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന 1 അല്ലെങ്കിൽ 2, 3, 4 എന്നൊക്കെ പറയുന്നത് അവിടെ ഗ്രേറ്റർ ആണ്. ദെൻ 3 കൺസിഡർ ചെയ്ത് നോക്കൂ. 3യുടെ റൈറ്റ് സൈഡിൽ വരുന്ന നമ്പേഴ്സ് എല്ലാം എന്താണ്? 3നേക്കാളും ഗ്രേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു നമ്പറിൻ്റെ ഗ്രേറ്റർ നമ്പേഴ്സ് എല്ലാം റൈറ്റ് സൈഡിലും സ്മോളർ നമ്പേഴ്സ് എല്ലാം അതിനേക്കാളും ചെറിയ നമ്പേഴ്സ് എല്ലാം ലെഫ്റ്റ് സൈഡിലായിരിക്കും വരിക. അതായത് റൈറ്റിലോട്ട് പോകും തോറും നമ്പേഴ്സ് എന്താണ്? ഗ്രേറ്റർ നമ്പേഴ്സ് ആയിട്ടാണ് വരിക. ലെഫ്റ്റ് സൈഡിലോട്ട് പോകും തോറും നമ്പേഴ്സ് കുറഞ്ഞു വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ 3നേക്കാളും ഗ്രേറ്റർ ആണ് ആര്? 4, 5, 6, 7, 8 എന്ന് പറയുന്നത്. 3നേക്കാളും ചെറുതാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. അപ്പോൾ ഔട്ട് ഓഫ് എനി 2 whole numbers the number on the right side of the number is greater always. ഓക്കെ, അടുത്ത ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡീഷൻ ഓൺ ദ നമ്പർ ലൈൻ ആണ്. അപ്പോൾ ഏതെങ്കിലും 2 നമ്പേഴ്സ് എടുത്തിട്ട് അത് നമ്പർ ലൈൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അഡീഷൻ പെർഫോം ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ആഡ് 3 and 4. 3യും 4ഉം എനിക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എവിടെ നോക്കണം? 3 എന്നുള്ള നമ്പർ നോക്കാം. 3യുടെ കൂടെ 4 ആഡ് ചെയ്യണം, അല്ലേ? ദെൻ നമ്മൾ 3യുടെ റൈറ്റ് സൈഡിലോട്ട് 4 ജമ്പ് ചെയ്യണം. ഓക്കെ, നോക്കാം. 3യുടെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡാണ്. ഇവിടേക്ക് 4 ജമ്പാണ് ചെയ്യേണ്ടത്. 1, 2, 3, 4. ഓക്കെ, അപ്പോൾ 3 + 4 എന്ന് പറയുന്നത് എത്രയായിട്ട് കിട്ടി? നമുക്ക് 7 എന്നുള്ള ആൻസർ കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇതാണ് അവിടുത്തെ ആൻസർ. അപ്പോൾ ആഡ് 3 and 4 നമ്മളിവിടെ പെർഫോം ചെയ്തു. നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. 2 + 8. 2 എവിടെയാണ്? 2 ഇവിടെയാണ് കിടക്കുന്നത്. 2ൻ്റെ കൂടെ 2ൻ്റെ റൈറ്റ് സൈഡിലോട്ട് 8 യൂണിറ്റ് നമ്മൾ
ജമ്പ് ചെയ്യണം. 8 ടൈംസ് നമ്മൾ ജമ്പ് ചെയ്യണം. ഓക്കെ, ദെൻ 2-ൽ നിന്ന് ഇതാ 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പോൾ ആൻസർ എത്ര കിട്ടിയത്? 2 + 8 എന്ന് പറയുന്നത് 10 എന്ന് കിട്ടി. ഇങ്ങനെയാണ് അഡീഷൻ പെർഫോം ചെയ്യേണ്ടത്. ഏതൊരു 2 നമ്പേഴ്സാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത്, ആദ്യത്തെ നമ്പറിൻ്റെ റൈറ്റ് സൈഡിലോട്ട് രണ്ടാമത്തെ നമ്പറിൻ്റെ അത്രയും ജമ്പ് ചെയ്യണം. മനസ്സിലായല്ലോ? ആദ്യം നമുക്ക് ഇപ്പം ഇനി വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. 4 + 5 ആണ് നോക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ 4 ഇതാ ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ? 4 ഇവിടെയാണ് കിടക്കുന്നത്. 4-ൽ നിന്ന് എത്ര ജമ്പ് ചെയ്യണം? നമുക്ക് 5 ജമ്പ് ചെയ്യണം. ഇതാ 4 1 2 3 4 5. അപ്പോൾ എത്രയാണ് ഇത്? നമ്മൾ ആൻസറിലെത്തി 9. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്? 9. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്പർ ലൈനിൽ അഡീഷൻ പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അത് കൂടുതലായിട്ടുള്ള എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. സബ്ട്രാക്ഷൻ ഓൺ ദ നമ്പർ ലൈൻ എങ്ങനെയാണ് 2 നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 7 - 5 ആണ്. ഓക്കെ, നമുക്കിവിടെ 5 ആണ് 7-ൽ നിന്ന് എന്ത് ചെയ്യേണ്ടത്? മൈനസ് ചെയ്യേണ്ടത് അല്ലേ? സോ നമ്മൾ ആദ്യം 7 കൺസിഡർ ചെയ്തു. ഇതാ 7 ഇവിടെയാണ് കിടക്കുന്നത്. ദെൻ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറഞ്ഞു? ഏത് നമ്പറിൻ്റെ കൂടെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്? ആ നമ്പറിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് രണ്ടാമത് ആഡ് ചെയ്യണം, അത്രയും ജമ്പ് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി സബ്ട്രാക്ഷൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്പറിൽ നിന്നാണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. സോ ആ നമ്പർ നമ്മൾ കൺസിഡർ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? അതിൽ നിന്ന് എത്രയാണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? 5 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ നമ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് 5 ജമ്പാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ 7. 7 - 5 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ നിന്ന് 5 ജമ്പ് ലെഫ്റ്റ് സൈഡിലോട്ട് ചെയ്യണം. അപ്പോൾ സബ്ട്രാക്ഷൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടും അഡീഷൻ ആണെങ്കിൽ റൈറ്റ് സൈഡിലോട്ടാണ് ജമ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് 5 യൂണിറ്റ് നമുക്ക് ജമ്പ് ചെയ്യാം. 1 2 3 4 5. അപ്പോൾ ആൻസർ എത്രയാണ് വന്നത്? 7 - 5 2. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ അഡീഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് ജമ്പ് ചെയ്യണം? റൈറ്റ് സൈഡിലോട്ട് ജമ്പ് ചെയ്യണം. സബ്ട്രാക്ഷൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ജമ്പ് ചെയ്യണം. അതായത് ഒരു ജമ്പ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ് കേട്ടോ. 1 ജമ്പ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ പെർഫോം ചെയ്യേണ്ടത്. നമുക്ക് സബ്ട്രാക്ഷനിൽ തന്നെ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് 8 - 4. 8 - 4, അതായത് നമ്മൾ ആദ്യം ഏതെടുക്കണം? 8 എടുക്കണം. 8-ൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് 4 ജമ്പ് ചെയ്യണം. ഓക്കെ, ദെൻ നോക്കാം. 1 2 3 4. അപ്പോൾ 8 - 4 എന്ന് പറയുന്നത് എത്രയാണ്? 4 തന്നെ വന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും പെർഫോം ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓൺ ദ നമ്പർ ലൈൻ ആണ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഓൺ ദ നമ്പർ ലൈനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 നമ്പേഴ്സിനെ നമുക്ക് നമ്പർ ലൈൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യേണ്ടതെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സാമ്പിൾ എടുത്തു. 3 × 4. നമുക്ക് 3 × 4 കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 0 എന്നാണ്. 0-ന്ന് 3 യൂണിറ്റ്സ് നമ്മൾ ജമ്പ് ചെയ്യണം. അങ്ങനെ 4 മൂവ് നടത്തണം. ഓക്കെ, 3 യൂണിറ്റ്സ് ജമ്പ് ചെയ്യണം. 3 യൂണിറ്റ്സ് വെച്ചിട്ട് 4 മൂവ് നടത്തണം. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കാം. 1 2 3. ഇത് 1 മൂവ്, ഫസ്റ്റ് മൂവാണ്. ഓക്കെ, ദെൻ പിന്നെയും നമ്മൾ 3 യൂണിറ്റ്സ് വെച്ചിട്ട് അടുത്ത മൂവ്മെൻറ്റ് നടത്താം. 1 2 3. സെക്കൻഡ് മൂവ്. അങ്ങനെ എത്ര പ്രാവശ്യമാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്? 4 മൂവ്മെൻ്റ് ആണ് നമ്മളവിടെ നടത്തേണ്ടത്. ദെൻ അടുത്ത 3 യൂണിറ്റ്സ് 1 2 3. ഇത് തേർഡ്. 1 2 3. ഇത് ഫോർത്ത്. അങ്ങനെ 3 യൂണിറ്റ്സ് വെച്ച് 4 മൂവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 12. 3 × 4 എന്ന് പറയുന്നത് 12 തന്നെയാണല്ലോ. സോ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമ്പർ ലൈൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് 2 നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യേണ്ടതെന്ന് നമുക്ക് ക്ലിയർ ആയി അല്ലേ? ആദ്യത്തെ നമ്പർ നമ്മൾ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? അത്രയും യൂണിറ്റ് ആണ് അവിടെ മൂവ് ചെയ്യേണ്ടത്. അതായത് 3 യൂണിറ്റ് വെച്ചാണ് നമ്മളവിടെ മൂവ് ചെയ്യേണ്ടത്. 3 യൂണിറ്റ് വെച്ച് 4 ടൈംസ് 4 മൂവ്മെൻ്റ് ആണ് അവിടെ നടത്തേണ്ടത്. ക്ലിയർ ആയല്ലോ? അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്.
ഇനി വേറൊരു എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് 4 × 2 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 4 × 2 എന്ന് പറയുമ്പോൾ നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്തു. 4 യൂണിറ്റ് വെച്ചിട്ട് 2 മൂവ്മെൻ്റ് ആണ് അവിടെ നടത്തേണ്ടത്. 4 യൂണിറ്റ് വെച്ചിട്ട് നോക്കുക, 0 സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 ഇത് ഫസ്റ്റ് മൂവ്മെൻ്റ് ആണ്. ദെൻ ഇതുപോലെ തന്നെ ഒരു മൂവ്മെൻറ്റ് കൂടെ ചെയ്യണം, കാരണം ഇവിടെ എന്താണ് 2 ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 2 മൂവ്മെൻ്റ് ആണ് നടത്തേണ്ടത് 4 യൂണിറ്റ് വെച്ച്. സോ അടുത്ത് നോക്കാം, 1 2 3 4 അങ്ങനെ 4 യൂണിറ്റ് വെച്ച് 2 മൂവ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 8 ആണ്. സോ 4 × 2 എന്ന് പറയുന്നതും 8 ആണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഓൺ ദ നമ്പർ ലൈൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. പ്രെഡിസസർ പഠിച്ചു, സക്സസർ പഠിച്ചു അല്ലേ. പ്രെഡിസസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പ്രെഡിസസർ, ആ നമ്പറിൻ്റെ പ്രെഡിസസർ എന്ന് പറയുന്നത്. ദെൻ സക്സസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറിനോട് 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആ നമ്പറിൻ്റെ സക്സസർ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ വോൾ നമ്പേഴ്സ് പഠിച്ചു. വോൾ നമ്പേഴ്സ് ആണ് നമ്മൾ ന്യൂ കൺസെപ്റ്റ് ആയിട്ട് ഇതിൽ പഠിക്കുന്നത്. വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0 കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് എന്ത്? വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. വോൾ നമ്പേഴ്സിൻ്റെ പ്രെഡിസസർ, സക്സസർ ആ ഒരു കേസുകളൊക്കെ പഠിച്ചു. ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ വോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. ഓൾ വോൾ നമ്പേഴ്സ് ആർ നോട്ട് നാച്ചുറൽ നമ്പേഴ്സ് എന്നും പറഞ്ഞു. ദെൻ നമ്മൾ എന്ത് പഠിച്ചു? നമ്പർ ലൈനെ കുറിച്ച് പഠിച്ചു. നമ്പർ ലൈനിൽ എങ്ങനെയാണ് 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് യൂണിറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് പഠിച്ചത്? 2 വോൾ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ ഒരു വോൾ നമ്പറിൻ്റെ റൈറ്റ് സൈഡിലുള്ള വോൾ നമ്പർ എന്ന് പറയുന്നത് ഇതിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഗ്രേറ്റസ്റ്റ് നമ്പർ എവിടെയാണ് ഉണ്ടായിരിക്കുക? റൈറ്റ് മോസ്റ്റിലും. സ്മോളസ്റ്റ് നമ്പർ എവിടെയാണ് ഉണ്ടാവുക? ലെഫ്റ്റ് മോസ്റ്റിലും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ നമ്മൾ അഡീഷൻ പഠിച്ചു. അഡീഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് പഠിച്ചു. അതായത് ഒരു നമ്പർ ലൈനകത്ത് ഒരു നമ്പറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എത്ര യൂണിറ്റ് ആണോ നമുക്ക് എത്രയാണ് ആഡ് ചെയ്യേണ്ടത് അത്രയും യൂണിറ്റ് ജമ്പ് ചെയ്ത് പോകണം. എങ്ങോട്ട്? റൈറ്റ് സൈഡിലോട്ട്. അതാണ് അഡീഷൻ. ഇനി സബ്ട്രാക്ഷൻ ആണെങ്കിലോ ആ ഒരു നമ്പറിൽ നിന്ന് അത്രയും യൂണിറ്റ് ഏത് നമ്പറാണോ നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത് അത്രയും യൂണിറ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ജമ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് സബ്ട്രാക്ഷൻ ആണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് ആണെങ്കിൽ നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്യണം. ഏത് 2 നമ്പേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും, അതിൽ ഫസ്റ്റ് നമ്പർ അത്രയും യൂണിറ്റ്, സെക്കൻഡ് നമ്പറോ അത്രയും മൂവ്മെൻറ്റ് നമ്മൾ ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് വോൾ നമ്പേഴ്സ് ആണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് വേഗം തന്നെ പഠിക്കാം.